അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇതിന് മുമ്പിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, നമ്മളൊരു ചെറുതേനീച്ചൻ്റെ കൂട്ടിന് ഒരു പ്ലൈവുഡിൻ്റെ പീസ് വെച്ചിട്ട് ട്രാപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വർക്കിംഗ് ആണ് ഗൈസ്. അതിലൂടെ കണ്ടില്ല, പൈപ്പിലൂടെ ഒക്കെ പോയി എൻട്രൻസിലൊക്കെ തേനീച്ചകളിൽ നിന്ന് ഈ കോളനി വർക്കിംഗ് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ കണ്ടില്ല, 3 കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ വെച്ച പോലെ ആയിരുന്നെങ്കിൽ അത് തട്ടി താഴെ വീണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ കൂടിന് ചെയ്യാമെന്ന് വിചാരിച്ചു. കടയിലേക്ക് കൂടാണ് മാറ്റുന്നത്. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു പ്ലൈവുഡിൻ്റെ പീസ് വേറെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഞാനൊരു ഓട്ടയും കൂടി വെച്ച് സെറ്റാക്കണം. എന്നാലേ നമുക്ക് ഈ വാട്ടർ ലെവലിൻ്റെ പൈപ്പും കൂടി ഇട്ട് ഇതിൻ്റെ കൂട്ടിൻ്റെ എൻട്രൻസിൽ വെച്ചിട്ട് സെറ്റാക്കാൻ പറ്റും. അതിന് നമ്മൾ ടൂൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എൻട്രൻസിലൊക്കെ മെഴുകൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ അറിയാം, കടയിലെ ഉള്ളിൽ പിന്നെ കുറച്ച് പുറമൊക്കെ തേച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ പൈപ്പിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ അതിലൂടെ ചെറുതേനീച്ച ഇറങ്ങി ഈ കൂട്ടിലൂടെ വരും. അങ്ങനെ ഇവർ വന്ന് ശീലിച്ചാൽ പിന്നെ ഇവർ കുറേ കഴിഞ്ഞ് അങ്ങോട്ട് ഇത്രക്കാരം നടക്കേണ്ടതുകൊണ്ട് അവർ ഈ കൂട്ടിൽ തന്നെ വെച്ചോളൂ. ഇതാണ് ഇതിൻ്റെ ഐഡിയ. അതിന് നമ്മൾ കുറച്ച് മെഴുകെടുത്തിട്ട് അതിൻ്റെ എൻട്രൻസിൽ അത് വെച്ചിട്ട് അത് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടല്ലേ? പക്ഷെ എന്നാലും അതിലൂടെ ചെറിയ തേനീച്ചകളൊക്കെ പാറുന്നുണ്ട്. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ച് വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ ചുറ്റിലൊന്ന് മുട്ടിക്കൊടുക്കണം, എന്നാലേ അതിലുള്ള തേനീച്ചകൾ പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് തേച്ച് വെച്ചത് കുറച്ച് പോക്കാന്നുണ്ട് കുറച്ച് സിമെൻറ്റും മണ്ണും കൂടി കുഴച്ച് അവിടെ ആ പൈപ്പ് ഇളകിപ്പോകാതിരിക്കാൻ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ ഇത് രണ്ടും കൂടി സിമെൻറ്റും മണ്ണും കൂടി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയാൽ മാത്രമേ അത് ഒട്ടി അവിടെ ഇരിക്കാവുള്ളൂ. നമുക്ക് പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വരണം ഇത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാം. നമ്മൾ ഏകദേശം കുറച്ച് വെള്ളം എടുക്കുന്നുള്ളൂ. ഇതൊരു അധികം ലൂസില്ലാത്ത പരുവത്തിലാക്കിയിട്ട് കുഴക്കും. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, നമ്മളത് മിക്സ് ചെയ്തു, വെള്ളമൊക്കെ പറഞ്ഞ് ഏകദേശം ഗൈസ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. അതായത് ഞാൻ അതിൻ്റെ എൻട്രൻസ് ഭാഗത്ത് എറിഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട്, എന്നാലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി സെറ്റായിട്ട് അവിടെ ഒട്ടി നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നാളേക്ക് പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അവസാനം കൈ കൊണ്ടൊന്നും മിനുക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ എൻട്രൻസിലൊക്കെ തേനീച്ചകൾ വന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. വർക്കാവുന്ന തന്നെയാണ് ഗൈസ് പ്രതീക്ഷ. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യണേ ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് മത്തിയുടെ തല എടുത്തിട്ട് ഇതിന് കൊടുക്കാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് വേറെ നന്നായിട്ട് ഫുഡ് എടുക്കുന്നുണ്ട് ഗൈസ്. എന്നല്ല നിങ്ങൾ കൊച്ച കേട്ടാൽ അറിയാം. കണ്ട ഗൈസ്, വേറെ വെള്ളമൊക്കെ കുലുക്കി മറിച്ചിട്ടാണ് എടുക്കാറ് ഫുഡ്. പിന്നെ ഒരു തല നമ്മൾ പൂച്ചക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ പൂച്ച വന്നിട്ടില്ല. അതുകൊണ്ട് അത് ഇവർക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബാക്കി പിന്നെ